എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബ്രെഡ് ടോസ്റ്റ് ആണ്. സാധാരണ ഉണ്ടാക്കുന്ന ബ്രെഡ് ടോസ്റ്റിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ട് കുറച്ച് വെജിറ്റബിൾസും അതുപോലെ തന്നെ കുറച്ച് സ്പൈസി ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ അതിന്റെ കൂടെയുള്ള ആ കുഞ്ഞു ബെല്ലൈക്കണിലും. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ പറ്റും. നമുക്ക് നോക്കാം അപ്പൊ എങ്ങനെയാണ് ബ്രെഡ് ടോസ്റ്റ് തയ്യാറാക്കുന്നതെന്ന്. അതിലേക്ക് വേണ്ടിയിട്ട് 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് കടലമാവ് വേണം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം, 2 പിഞ്ച് കായത്തിന്റെ പൊടിയും വേണം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ എടുത്തിരിക്കുന്നത് സവാള, തക്കാളി, ക്യാപ്സിക്കം ഇതാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീൻസ് എടുക്കാം, ക്യാരറ്റ് എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും എടുക്കാം. പിന്നെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഞാൻ 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്, ചെറുതായിട്ട് നുറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും വേണം. പിന്നെ ഓപ്ഷണൽ ആയിട്ടുള്ള 2 കാര്യം ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ വേണ്ട. ഇത് ഓമാണ്, 1/2 സ്പൂൺ ഓമ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 സ്പൂൺ വെളുത്ത എള്ളുണ്ടല്ലോ അതും എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതും കൂടി ചേർക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ബാറ്റർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന 1/2 കപ്പ് കടലമാവ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 നുള്ള് കായത്തിന്റെ പൊടി. ഇനി ഇതിലേക്ക് അജ്വൈൻ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വെളുത്ത എള്ളും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒരല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, കട്ടകൾ ഒട്ടും പാടില്ല. അപ്പൊ നമ്മൾ കട്ടകൾ ഒട്ടും ഇല്ലാതെ തന്നെ നന്നായിട്ട് ഒരു ദോശമാവിന്റെ പരുവത്തിൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി നമുക്കൊന്ന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പൊ ഉപ്പ് ഞാൻ ചെക്ക് ചെയ്തു, കറക്റ്റ് ആണ്. അപ്പൊ ഇനി നോക്ക്, നന്നായിട്ട് തിക്കായി. ഈ കടലമാവ് ഇരിക്കും തോറും തിക്കാവും. അപ്പൊ ഒരല്പം കൂടി ഞാൻ വെള്ളം ചേർത്തിട്ടാണ് പച്ചക്കറികൾ ഇനി ചേർക്കാൻ പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് തിക്കായി പോകുന്നത്. ഇനി നമുക്കിതിലേക്ക് എടുത്ത് അരിഞ്ഞു വെച്ചിരുന്ന പച്ചക്കറികൾ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം, പിന്നെ തക്കാളിയും കറിവേപ്പിലയും, പിന്നെ പച്ചമുളക്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഈ മിക്സ് ചെയ്യുന്ന സമയം വെള്ളം പോരാന്നുണ്ടെങ്കിൽ അല്പവും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഒന്നുകൂടെ ഉപ്പ് ചെക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് 2 രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. എണ്ണയിലിട്ട് വറുത്ത് കോരി എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇതുപോലെയാണെന്നുണ്ടെങ്കിൽ എണ്ണ വളരെ കുറവ് മതി. അപ്പൊ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇതുപോലെ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിച്ചാൽ മതി. പാൻ ചൂടായിട്ടുണ്ട്. ഞാനപ്പോ ഒരല്പം എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എടുത്തു വെച്ചിരുന്ന ബ്രെഡ് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ഒന്ന് മുക്കി കൊടുക്കുക. എന്നിട്ട് നമ്മള് ആ പച്ചക്കറികളൊക്കെ ഇതിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് വെക്കുക. എന്നിട്ട് ഇതിന്റെ പുറത്തേക്കും കൂടി ഒരല്പം എണ്ണ തൂങ്ങി കൊടുക്കുക. ഫ്ലെയിം നല്ല സിമ്മാക്കി വെക്കണം. ഇനി നമുക്കിത് മറിച്ചിടാം. ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുത്തില്ലേ.
ഇനി ഇത് നമുക്ക് എടുക്കാം. അടുത്തതും അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ ഈ ചേർത്തിരിക്കുന്ന പച്ചക്കറികളെല്ലാം അവിടെ തന്നെ ഇരുന്നോളും. ഇനി നമുക്കിത് മറിച്ചിടാം. കണ്ടോ, നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുത്തില്ലേ. ഞാൻ ഈ പറഞ്ഞ അളവിലാണെങ്കിൽ 5 ബ്രെഡ് വരെ നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് വൈകുന്നേരം വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, ചൂടോടുകൂടി കഴിക്കുക. ഇനി മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്